എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് മോണിക്ക വിത്ത് യു. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒരു ഈസിയസ്റ്റ് ചിക്കൻ കറി. വെൽക്കം ടു ഹോം മെയ്ഡ്. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ടൈപ്പ് ചിക്കൻ ചാറ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ്, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മസാല പൊടികളിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ മീൻ കറിക്കൊക്കെ മിക്സ് ചെയ്ത് വെക്കൂലേ, അതേപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് ശരിക്കുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ചട്ടിയിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആ മണം വന്നതിന് ശേഷം വേണം നമ്മൾ തേങ്ങ കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതൊന്ന് സോട്ട് ചെയ്യുക ഒരു 1 മിനിറ്റ്. അതിനുശേഷം ചെറിയുള്ളിയും വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 1 to 2 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മസാല കൂട്ടില്ലേ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല കൂട്ട് ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ, കരിയാതെ നോക്കണം. അതിനുശേഷം അതിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. എണ്ണ തെളിയണം, അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ പീസസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ചാറ് രീതിയിലാണ്, അതായത് തിക്ക് ഗ്രേവി അല്ല, തിൻ ഗ്രേവി ആയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ചിക്കൻ ഒന്ന് കുക്കായതിന് ശേഷം ലിഡ് തുറന്നിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഫൈനലായിട്ട് തളിച്ചൊഴിക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്തായാലും ഭയങ്കര ഈസിയസ്റ്റ് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഡു ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്ക്. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ മീ ഓൺ Instagram and Facebook. But thank you so much for watching the video.